ആയത്തിൽ പറഞ്ഞതുപോലെ ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്ന പ്രയോഗത്തിൽ തിരുമൊഴികളും വന്നിട്ടുണ്ട്. സഹ്ൽ ഇബ്നു ഹുനൈഫിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ചൂണ്ടി, അൽ മദീനത്തു ഹറമുൻ, മദീന ഹറമാകുന്നു, ഫമൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ, മദീനയിൽ ഒരാൾ ഒരു ബിദ്അത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവന് അഭയം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു ശിക്ഷാർഹനായ കുറ്റവാളിക്ക് ആ ശിക്ഷാവിധി ഏൽക്കുന്നതിനെ തൊട്ട് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അള്ളാഹുവിൻ്റെ ലാനത്തും മുഴുവൻ മലക്കുകളുടെ ലാനത്തും മുഴുവൻ ജനങ്ങളുടെ ലാനത്തും ഉണ്ടായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പോൾ വയൽഅനുഹുമുല്ലാഇനൂൻ, പൂഴ്ത്തിവെപ്പുകാരെ, ലാനത്ത് ചെയ്യുന്നവർ എല്ലാം ലാനത്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ആരാണ് ഈ അല്ലാഇനൂൻ? വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ആ വിഷയത്തിൽ വന്ന വിവരണമാണ് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. എന്നാൽ ഇവരിൽ പരിമിതമല്ല അല്ലാഇനൂൻ എന്നവരുടെ ഗണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഫൽ മുർസദൂന ലിൽ ഇൽം അലൈഹിം ഹിഫ്ളുദ്ദീൻ വ തബ്ലീഗി, വിജ്ഞാനത്തിൻ്റെ സംരക്ഷണ നിരീക്ഷണ ചുമതലയുള്ളവർ, അലൈഹിം അവരുടെ മേൽ ബാധ്യതയാണ് ഹിഫ്ളുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുക, കാക്കുക എന്നുള്ളത്, വ തബ്ലീഗിഹി ദീനിനെ എത്തിക്കുക എന്നുള്ളതും. ഫൈദാ ലം യുബല്ലിഗൂഹു, അവർ ഈ ദീനിനെ എത്തിച്ചിട്ടില്ല എങ്കിൽ, ഔ ദയ്യഉ ഹിഫ്ളഹു, ദീൻ സംരക്ഷിക്കുന്നതിനെ അവർ പാഴാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, കാന ദാലിക മിൻ അഅ്ളമി ദുൽമി ലിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന കൊടിയ അക്രമമായിരിക്കും. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ ഈ വചനമാണ് ഓതിയത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഫഇന്ന ദററ കിത്മാനിഹിം, കാരണം ഈ ആളുകളുടെ മറച്ചുപിടിക്കൽ, പൂഴ്ത്തിവെക്കൽ, ബയ്യിനാത്തിനെയും ഹുദയെയും പൂഴ്ത്തിവെക്കൽ, മറച്ചുപിടിക്കൽ, തഅദ്ദ ഇലൽ ബഹായിമി വഗൈരിഹിം, അത് മൃഗങ്ങളിലേക്ക്, മൃഗങ്ങളല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കുന്ന വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളെയും പൂഴ്ത്തിവെക്കുമ്പോൾ അതിൻ്റെ വിനയും അപകടവും മൃഗങ്ങളിലേക്കും മറ്റും എത്തുമെന്നുള്ളതാണ്. മൃഗങ്ങൾ വരെ അതിനാൽ ദ്രോഹിക്കപ്പെടും. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഫലഅനഹുമുല്ലാഇനൂന ഹത്തൽ ബഹായിം, അതുകൊണ്ട് തന്നെ ലാനത്ത് ചെയ്യുന്നവരെല്ലാം ഈ പൂഴ്ത്തിവെപ്പുകാരെ ലാനത്ത് ചെയ്യും, മൃഗങ്ങൾ വരെ, മിണ്ടാപ്രാണികൾ വരെ എന്നാണ്. അപ്പോൾ വിഷയം ഏറെ ഗൗരവപ്പെട്ടതാണെന്ന് ഒന്നുകൂടി തെളിയുന്നു.